ഈ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ പിന്നെയും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി 5-നാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ സന്ദേശ് ഗലിയിലെ ഭീകരനെ റെയ്ഡ് ചെയ്യാൻ വന്ന ED സംഘത്തിനെ ആക്രമിച്ചത്. ഇന്നലെ ഭൂപതി നഗറിൽ ഒരു ബോംബ് സ്ഫോടനം നടന്ന കേസിലെ പ്രതികളെ വീട് പടഞ്ഞ് NIA പിടികൂടി. അതിൽ മനോപത്ര ജന എന്ന് പറയുന്ന ആളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കൂട്ടം വന്ന് NIA ആക്രമിച്ചു, NIAക്ക് പരിക്കേറ്റു. അതുകൂടാതെ ഈ മനോപത്ര ജനയുടെ ഭാര്യ തങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി തന്നെ മാനഭംഗപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു. കൽക്കട്ട പോലീസ് ഈ EDക്ക് പിന്നാലെ NIAക്കെതിരെ കേസെടുത്തിരിക്കുക. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് രാജ്യത്തൊരു സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ പിണറായി വിജയൻ പഠിപ്പിച്ചു വിട്ടാറാണ്. EDക്കെതിരെ എവിടെയാണല്ലോ തുടങ്ങിയത്? ED ഓഫീസർ രാധാകൃഷ്ണൻ നായർക്കെതിരെ FIR ഇട്ട ആദ്യത്തെ പോലീസ് കേരള പോലീസ്. രാധാകൃഷ്ണൻ നായർ അത് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ചെയ്യിച്ചു. ഒരു ചുക്ക് നടന്നില്ല. സോ ഇറ്റ്സ് നോട്ട് എ ന്യൂ. ഇവർ നോക്കുമ്പോൾ മമതാ ബാനർജി നോക്കുമ്പോൾ പിണറായി വിജയൻ അത് കൊള്ളാമല്ലോ, മമതയുടെ ഗുരുവാണ് ഇപ്പോൾ. അപ്പോൾ ഈ സ്ത്രീയെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കുന്നു. റെയ്ഡ് ചെയ്താണല്ലോ. അപ്പോൾ ഈ സ്ത്രീയെ ഉപദ്രവിച്ചില്ല എന്നുള്ളതിന് എന്താ തരുന്നത്? സ്ത്രീ ഒരു പരാതി തന്നു കഴിഞ്ഞാൽ FIR ഇട്ടുണ്ട്. ഈ നമ്പറൊക്കെ NIA ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ ചുമ്മാ NIAയുടെ ഉദ്യോഗസ്ഥൻ എന്നെ പീഡിപ്പിച്ചതും ഒരു പെങ്കൊച്ചു കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ FIR ഇടേണ്ടി വരും. ന്യായം അതാണല്ലോ. പെൺകുട്ടി പരാതി പറഞ്ഞു, ബാക്കി പിന്നീട് വരുന്ന ഇത് NIA ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വെച്ചിട്ടൊന്നും NIA ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഈ NIA ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അവർ നിയമാനുസൃതമാണ് വന്നത്, CRPF ഉണ്ടായിരുന്നു, വനിതാ കോൺസ്റ്റബിൾമാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് വിശദീകരിക്കേണ്ട സാഹചര്യം വന്നു. അവരല്ലാതെ തന്നെ സ്യൂമോട്ടോ വിശദീകരണം കൊടുക്കാറുണ്ടല്ലോ. ED ഇടയ്ക്കിടയ്ക്ക് പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്, NIA പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ വിശദീകരിക്കുന്നത് തെറ്റെന്താ? അല്ല, പിണറായി തുടങ്ങി വെച്ചത് മമത ഏറ്റെടുത്തു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ നടപടി സ്വീകരിച്ചാൽ ഞാൻ പറയട്ടെ, വലിയ അനാർക്കിസം ഉണ്ടാവില്ലേ? ഇല്ല, അനാർക്കിസം ഒന്നും ഉണ്ടാവില്ല. ഈ സാധനം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അതിനെ ചലഞ്ച് ചെയ്യുമ്പോൾ അവർ വല്ലാതെ റിവോൾട്ട് ചെയ്യും. അതാണ് നടക്കുന്നത്. പിണറായി വിജയൻ ധാർഷ്ട്യത്തിൻ്റെ ആൾരൂപമാണ്. ആദ്യമായിട്ട് അയാളുടെ പാർട്ടിക്കെതിരെ ED അന്വേഷണമൊക്കെ വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ED എന്ന് പറഞ്ഞൊരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നില്ല. PMLA ആക്ട് നിലവിൽ വരുന്നത് 2012-ലാണ്. ഈ ചിദംബരമാണ് PMLA ആക്ട് പാസ്സാക്കുന്നത്. പക്ഷെ പാസ്സാക്കിയെങ്കിലും അയാളത് പ്രയോഗിക്കാൻ തയ്യാറായിരുന്നില്ല. മോദി വന്നപ്പോൾ കോൺഗ്രസ് പാസ്സാക്കിയ നിയമം മോദി നടപ്പിലാക്കി. അങ്ങനെയാണ് ഈ ED എന്ന് പറയുന്ന ഏർപ്പാട് വരുന്നത്. അതിനു മുമ്പ് ED കേട്ടിട്ടില്ല. ഇവരൊക്കെ സുഖമായിട്ട് ഈ അഴിമതി പണം അത് ഇതൊക്കെ മറിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുമായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവർക്ക് അപസ്മാരം പിടിക്കും. ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യും. ഇറ്റ് ഈസ് നോൺ ടു ED, NIA, എവരിബഡി. ഈ പോപ്പുലർ ഫ്രണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയതാണല്ലോ. അവലും മലരും വാങ്ങിച്ചോ, കുന്തിരിക്കം വാങ്ങിച്ചോ. ഇപ്പൊ എവിടെ? ഞാനും വാങ്ങിച്ചു കേട്ടോ. പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഓടി കടയിലേക്ക് പോയിട്ട് അവലും മലരും മേടിച്ചു. കുന്തിരിക്കം വേണ്ടേ? ഞാൻ പറഞ്ഞു കുന്തിരിക്കം എനിക്ക് വേണ്ടില്ല, ഞാൻ ക്രിസ്ത്യാനി. എന്നാലും ഇരിക്കട്ടെ, ആവശ്യം വന്നാലോ ഒരു 50 ഗ്രാം കുന്തിരിക്കവും മേടിച്ചു വെച്ചു. അവിടെ പക്ഷേ കാലന്മാർ വന്നില്ല. വെറുതെ ഇങ്ങനെ വലിയ അലമ്പക്കം ഞാനിപ്പം അങ്ങോട്ട് ചെത്തിക്കളയുന്നൊക്കെ വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ. ഇത് നടക്കുന്ന കേസല്ല. യു ഡോണ്ട് നോ ദ മൈറ്റ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. ചുമ്മാ ഒരു സ്ത്രീയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് NIA അങ്ങ് ഇല്ലാതാക്കാമെന്ന വിചാരം. ഇത് ഒന്നും നടക്കുന്ന കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു പറയും. ഇതൊക്കെ തുടക്കം മാത്രമാണ് കേട്ടോ. ഇതിലും ഭീകരമായ, ഞാൻ പറയട്ടെ, നാളെ AKG സെൻറ്ററിൽ ED റെയ്ഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? യു വിൽ സേ ഇപ്പോൾ സുനിൽ വിശ്വസിക്കില്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ആൻ ഓർഡിനറി തിങ്. AKG സെൻറ്ററിൽ മാത്രമല്ല, മാരാർജി ഭവനിൽ കയറുക, അവിടെയും കയറണം. അല്ല, സെക്രട്ടേറിയറ്റ് കയറി മന്ത്രിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് തമിഴ്നാട്ടിൽ കണ്ടു നമ്മൾ. അതെ, ഈ നിയമവാഴ്ച ഉറപ്പാക്കണം. ഇവർ കുറച്ച് പേർക്ക് നിയമം ബാധകമല്ല, അത് ബാധകമാക്കണം. ഇപ്പോൾ ഒരു മന്ത്രി വന്നു കഴിഞ്ഞാൽ ട്രാഫിക് നിയമം ബാധകമല്ല, എല്ലാ ലൈറ്റും പച്ചയാകും. ബാക്കിയുള്ളവർക്ക് പോകാൻ പാടില്ല, ഇയാൾ മാത്രം പീന്ന് പറഞ്ഞാൽ അടിച്ചു പോകുന്നതാണ്. ഇതൊക്കെ ഈ പരിപാടിയൊക്കെ നിർത്തണം.
നിയമവാഴ്ച എല്ലാവർക്കും ബാധകമാണ്. അത് മന്ത്രിയായാലും തന്ത്രിയായാലും അത് ചെയ്തേ. പക്ഷേ ഇതിലൂടെ ഈ ബംഗാൾ സർക്കാരിൻ്റെ നടപടിയിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശമില്ല, ജനങ്ങൾക്ക് ഇത്തരം ഏജൻസികളെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. അത് ആ സന്ദേശമൊന്നും അങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുകയില്ല. ഇവർ ഒരു സ്ഥലത്ത് ഇവരുടെ ഗുണ്ടകളെ കൂട്ടിയിട്ട് EDയെ തല്ലി. അത് കഴിഞ്ഞെന്ത് സംഭവിച്ചു? പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അടപടല എല്ലാത്തിനും പൊക്കിയാകത്തുള്ളൂ. ഈ പിണറായി വിജയൻ ഒരു രാധാകൃഷ്ണൻ നായർക്കെതിരെ FIR ഇട്ടു, പിന്നെ EDയെ തൊട്ടിട്ടില്ലല്ലോ, തൊട്ടിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ കരുവന്നൂരിലെ ആഫീസർമാർക്കെതിരെ ഇയാളെ FIR ഇടണ്ടേ? അവരും ബാങ്കിൽ കയറുന്നുണ്ട്, അക്കൗണ്ട് വർഗീസിനെ വിളിച്ചു വരുത്തുന്നുണ്ട്, ഇയാളുടെ മൊയ്തീൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. പോയതാണല്ലോ. മൊയ്തീൻ്റെ ഭാര്യയോ മകളോ എന്തെങ്കിലും പരാതി കൊടുത്തോ, ഞങ്ങളെ തോണ്ടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കും കൊടുക്കായിരുന്നല്ലോ, കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു തവണയൊക്കെ നിങ്ങൾ ചില്ലറ കളികളൊക്കെ നടക്കും. ഇതറിയാം, EDക്കും അറിയാം, NIAക്കും അറിയാം ഇതുപോലെ. കാരണം നിങ്ങൾ കടന്നക്കൂട്ടിലാണ് അല്ലെങ്കിൽ പുലിയുടെ ഗുഹയിലേക്കാണ് കടക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. 4 പാട് നിന്ന് ആക്രമണം ഉണ്ടാകും. അതിന് പത്രങ്ങളും കൂട്ടുനിൽക്കും. കാരണം ഇവർക്ക് കൊണ്ട് ഒളിച്ചു വയ്ക്കാൻ 19 ചില്ലാനും കോടി രൂപ CMRൽ നിന്ന് വാങ്ങിയ ആരാ? മാധ്യമങ്ങൾ ഇല്ലേ? ഒരു മനുഷ്യൻ മിണ്ടുന്നുണ്ടോ എന്ന് നോക്കി, ഒരു രാഷ്ട്രീയക്കാരനോ ഇതോ. എല്ലാവരും വീണയുടെ മാസപ്പടി അതിന് തൊട്ട് മുകളിലെ പാരഗ്രാഫ് വായിക്കണോ? അത് വായിക്കുന്നു. 19 കോടി ചില ഇവർ മേടിച്ചിരിക്കുക മാധ്യമങ്ങൾ സകല. ഇതേത് മാധ്യമമെന്ന് കരിമണൽ കർത്ത പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ മനുഷ്യൻ വാ തുറന്നാൽ ഇവർ എപ്പോഴും ഇട്ട് ആഘോഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കുറിയടത്ത് താത്രി. ഇതുപോലെ കുറിയടത്ത് താത്രിയേക്കാളും ഭീകരമായ ചരിത്രം ഈ പറഞ്ഞ കരിമണൽ കർത്തായ്ക്ക് സൃഷ്ടിക്കാൻ പറ്റും. അങ്ങേരും മിണ്ടാതിരിക്കുന്നത് ഇവന്മാരുടെ ഭാഗ്യം. അല്ലെങ്കിൽ സകലവൻ എല്ലാവരെയും നടു റോഡിൽ തുണിയിരിച്ച് നിർത്താൻ കർത്താവിന് സാധിക്കും. കർത്താവ് ചെയ്യാത്തത് അദ്ദേഹം പുണ്യവാനായതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കള്ളത്തരം മുഴുവൻ കാണിച്ചിട്ട് ഈ ബഹളം വയ്ക്കുന്നത് നിങ്ങളിപ്പോൾ പിന്നെ കുറേയൊക്കെ ചെയ്യും. ഇപ്പോൾ 3 ദിവസമാണ് അറസ്റ്റ് പോലീസിന് വഴങ്ങാതെ സാക്കിർ ഹുസൈൻ ഇവിടെ എറണാകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലിരുന്നത്. പോലീസ് താഴെ നിന്നു. സാക്കിർ ഹുസൈൻ ഇറങ്ങി വരുന്നില്ല, മോളിൽ കയറി അറസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ബട്ട് ഫൈനലി ഹി ഹാഡ് ടു സറണ്ടർ വൺ ഡേ. അപ്പോൾ ആദ്യം കുറച്ചൊക്കെ നിങ്ങളുടെ തിണ്ണമെടുത്ത് കാണിക്കും. അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യതയില്ല. NIAക്ക് സമ്പൂർണ്ണ അധികാരമുണ്ട് ഭാരതത്തിൻ്റെ ഏത് കോർണറിലും കയറി ചെല്ലാൻ. അത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. EDക്കും അത് തന്നെയുണ്ട്, CBIക്ക് ഇല്ല. സ്റ്റേറ്റിന്റെ പെർമിഷൻ വേണം. ഇനിയിപ്പോൾ അത് വരാൻ പോകുന്നുണ്ട്. അത് മാറുമായിരിക്കും നെക്സ്റ്റ്. ഇല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിലുണ്ട്. CBIയുടെ ഈ പെർമിഷൻ പരിപാടി നിർത്തിയിട്ട് ഒന്നാമത് CBI വലിയ കഷ്ടത്തിലാണ്. അറിയാം, CBI എന്ന് പറയുന്നത് ഡൽഹി സ്പെഷ്യൽ പോലീസ് ആക്ട് വെച്ചുള്ള ഒരു ഏജൻസിയാണ്, ഡൽഹിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി. സ്പെഷ്യൽ പോലീസാണ്, അവർക്ക് സമർത്ഥന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ അപ്രൂവൽ സംഗതിയൊക്കെ വന്നത്. ഇത് ഗുവാഹത്തി ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു. CBI ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിയല്ല, അവരുടെ ബേസ് ഡൽഹിയിലാണ്, അവിടെ നിർത്തണം. ഇത് ഗുവാഹത്തി ഹൈക്കോടതി ശരിവയ്ക്കുകയും CBI ഒരു സ്റ്റേറ്റിലും പോകരുതെന്ന് ഉത്തരവിടുകയും ചെയ്തു. CBI ഓടി സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ സ്റ്റേ കൊടുത്തു. ആ സ്റ്റേയുടെ ബലത്തിലാണ് പാവം CBI ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഒരു സ്റ്റേ, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്താൽ അതോടെ CBIയുടെ ഗ്യാസ് പോകും. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ ആഫ്റ്റർ ഇലക്ഷൻസ് വാട്ട് മോദി ഗോയിങ് ടു ഡു ഈസ് CBI ഒരു ഓൾ ഇന്ത്യ ഏജൻസി ആയിട്ട് മാറും. TG വേറെ കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മുടെ കേരളം CBI പോലൊരു സാധനം ഉണ്ടാക്കാൻ പോവാ, സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. യു ക്യാൻ ഡു ദാറ്റ്. SBI. യു ക്യാൻ ഡു ദാറ്റ്. യു ക്യാൻ ഡു ദാറ്റ്. യു ക്യാൻ അപ്പോയിൻറ്റ് യുവർ പീപ്പിൾ. DYFIക്കാർക്ക് ജോലി കൊടുക്കും. യു ക്യാൻ ഡു ദാറ്റ്. കാരണം ക്രിമിനൽ ലോ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ഓൾസോ ക്യാൻ ഡു സച്ച് എക്സർസൈസസ്, സെൻട്രൽ ഓൾസോ. അതിൻ്റെ പേരാണ് രസം, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ. അതൊക്കെ അവർ ചെയ്യും. വെറുതെ ഇരിക്കുന്ന ബാങ്ക്, സഹകരണ സംഘത്തെ ബാങ്ക് എന്ന് വിളിച്ച്. അതെ അതെ, അല്ല KBI എന്നിട്ടാൽ മതിയായിരുന്നു. എല്ലാം K ആണല്ലോ. കേരള ബാങ്ക്, കേരള ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഏതായാലും ഈ നമ്മൾ ഈ കേന്ദ്ര ഏജൻസികളുടെ ഈ അധികാരം ഇപ്പോൾ ഈ NIA അവിടെ ആക്രമിച്ചു. അപ്പോൾ കേന്ദ്രം എന്തെങ്കിലും ഒരു മെസ്സേജ് സ്റ്റേറ്റ് പോലീസിനോ സ്റ്റേറ്റ് DGPക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമോ? ചെയ്യാനുള്ളത് അവർ ചെയ്യും. എവറിഥിങ് വിൽ നോട്ട് ബി അഡ്വർടൈസ്ഡ്. കാരണം ഈ DGP എന്നൊക്കെ പോലീസ് ചീഫ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ആണല്ലോ, സെൻട്രൽ കേഡറിലുള്ള ആളാണ്, സിവിൽ സർവീസുകാരനാണ്. അപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് കേന്ദ്രത്തിൽ ചെയ്യാൻ കഴിയില്ലേ? അല്ല, അപ്പോൾ അതില്ലെന്ന് ഈ
ഞാൻ പറയട്ടെ, ക്രിമിനൽ കേസിൽ വരുമ്പോൾ എന്താ, എ വുമൺ ഹാസ് മെയ്ഡ് എ കംപ്ലൈൻറ്റ് ഓഫ് വിച്ച് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് പോലീസ് ഹാവ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് FIR ഇടണം, സ്റ്റാറ്റ്യൂട്ടറിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഒരു FIR ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾ വാട്ട് ഹാസ് ഹാപ്പൻ. പക്ഷേ NIക്കെതിരെ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ NIക്കെതിരെ പീഡന കേസെടുത്തു എന്ന് പറഞ്ഞാണ് നമ്മുടെ ചാനലിലൊക്കെ വാർത്ത പോകുന്നത്. ചെയ്തോട്ടെ, വാട്ട് ക്യാൻ യു ഡു? ഇതിങ്ങനത്തെ വാർത്ത വരും. അല്ല, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ്. അല്ല, വാർത്ത കൊടുക്കാമോ? യു ഡോണ്ട് നോ ദെയർ ന്യൂസൻസ് വാല്യൂ. അവർ ഇതൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് അവർ. ഞാൻ പറയട്ടെ, ഇപ്പോൾ പശുക്കൊല വരുന്നുണ്ടോ? ഇല്ല. അത് ചെയ്ത് തളർന്നു. ഇപ്പം ആരും പശുവിനെ കൊല്ലുന്നില്ല, അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോകുന്നവനെ തല്ലുന്നില്ല എന്നാണ്. ഇപ്പോഴും തല്ലുന്നുണ്ട്. അപ്പോൾ മടുത്തു, മതിയായി. അത് താഴെ, ആ ആയുധം ചിലവാകുന്നില്ല, അത് താഴെ വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ NIA ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാവം കിട്ടും. എന്നോട് ദേഷ്യം വരും. പിന്നെ മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞബ്ദുള്ള ഒരു കഥയൊക്കെയാണ്. അതുപോലെ ഈ ബലാത്സംഗം എന്നുള്ള വാക്കിന് ഒരു മാർക്കറ്റുണ്ട്. അത് വെച്ചിട്ട് അത് മമത ഉപയോഗിക്കുന്നു, മാധ്യമങ്ങൾ ഏറ്റുപാടുന്നു. മമത പണ്ടേ ഇതിന് ഹിസ്ട്രിയോണിക്സിന് പേര് കേട്ട സ്ത്രീയാണ്. അവരെ മുടുക്കി പിടിച്ചഴച്ചു എന്നൊക്കെ പറയുക, അങ്ങനത്തെ വസ്ത്രം കീറി എന്ന് പറയുക. അങ്ങനെയാണല്ലോ അവർ ഒരു താരോദയം ഉണ്ടാവുന്നത്. അതെ അതെ. അപ്പോൾ മമത, അന്തം വിട്ട മമത എന്തും ചെയ്യും. ജയലളിത അങ്ങനെ ചെയ്തതാണ്. ജയലളിത പിന്നെ കുറച്ചെങ്കിലും വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവര് വണ്ടിയിൽ നിന്ന് തള്ളി മാറ്റുന്ന MGRന്റെ യാത്രയിൽ അവരോട് ക്രൂരമായിട്ട് പെരുമാറി. പക്ഷേ ഇവിടെയും ഇവരും മോശമൊന്നുമല്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് CPM മോശമാണ്. പക്ഷേ അത് വരുമ്പോൾ ചാനലുകൾ അല്ല, ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ താൽക്കാലിക വിജയത്തിന് വേണ്ടി ഇത്തരം നാടകങ്ങളൊക്കെ നയിക്കുന്നതും നടിക്കുന്നതും നമ്മുടെ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പതിവ് ക്ലീഷേ സെൻറ്റൻസിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.